ഈ പ്രഭാതം ഒരുപക്ഷെ ഇത്ര മനോഹരമാക്കി തീർക്കുന്നതിന് ഒരുപക്ഷെ തിരക്കുള്ള പല ഷെഡ്യൂളുകളിൽ നിന്ന് അതിമനോഹരമായ ഡാൻസും അതിമനോഹരമായ ശബ്ദസൗമുഖകുമാര്യം കൊണ്ടുണ്ടായ പാട്ടുമൊക്കെയായി യഥാർത്ഥത്തിൽ എൻ്റെ ഈ ദിവസത്തെ അർത്ഥവത്താക്കിയതിന് ഞാൻ സിൽവർ ഹിൽസിലെ PTA കുട്ടികളോടും ഭാരവാഹികളോടും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ദീർഘകാലം അധ്യാപികയായിരുന്ന ഒരാളാണ് ഞാൻ. ഈ സ്കൂളുമായിട്ടും എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. എൻ്റെ മകൾ ഇവിടുത്തെ സ്റ്റുഡൻ്റായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വേദിയിലിരിക്കുമ്പോൾ ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. അന്ന് അവൾ ഇവിടുത്തെ സ്കൂൾ ടോപ്പറായിരുന്നു. അപ്പോൾ അതിന് ഇവിടുന്ന് ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്തരിച്ച പ്രശസ്തനായ സിനിമാ നടൻ ശ്രീ ഇന്നസെൻ്റ് ആയിരുന്നു അന്ന് അവാർഡ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞങ്ങളൊക്കെ അന്ന് വളരെ ചിരിച്ചുകൊണ്ടാണ് കേട്ടത്. പക്ഷെ ആ ചിരി നിന്നത് ക്യാൻസർ വാർഡിലെ ചിരി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോഴാണ്. എല്ലാവരും അതൊന്ന് വായിക്കണം. ഒരു മനുഷ്യൻ എങ്ങനെയാണ്, പരിമിതമായ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ദുരന്തത്തെ അതിമനോഹരമായി ഫേസ് ചെയ്തതെന്ന് പഠിപ്പിച്ചു തരികയാണ് ആ പുസ്തകം. അദ്ദേഹം ഒരു അധ്യാപകൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട് MSc B.Ed PhD ഒക്കെ എടുത്ത് ഒരു M.Edഉം എഡ്യൂക്കേഷണൽ PhDയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വലിയ അധ്യാപകരായി എന്നാണ്. ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു റിട്ടയർ ചെയ്യുന്നത് വരെ. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് അധ്യാപകരാണ്. എല്ലാവരിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കുവാനുണ്ട്. ഏറ്റവും വലിയ അധ്യാപകൻ പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കേണ്ടത്. ഇവിടെ പാട്ടിലും ഡാൻസിലും ഒക്കെ ഞാൻ ഏറ്റവും അധികം കേട്ട ഒരു വാക്ക് ഗുരു എന്നതാണ്. ഈ ഗുരുവിന് എന്താണ് ഒരു നിർവചനം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഡെഫിനിഷൻസും ഈ ഇരിക്കുന്ന ഒരു ഗ്യാതറിങ്ങിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ എനിക്ക് വളരെ അർത്ഥവത്താക്കി തോന്നിയ ഗുരുവിൻ്റെ ഒരു ഡെഫിനിഷൻ അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനമാകുന്ന തിമിരത്തെ, നമുക്കറിയാം തിമിരം, കാറ്ററാക്റ്റ് എന്ന് പറയുന്ന അസുഖം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അത് നമ്മുടെ കാഴ്ചയെ ഇല്ലാതെയാക്കും. ആ തിമിരത്തെ മാറ്റി നമ്മുടെ കണ്ണുകളിൽ ജ്ഞാനത്തിൻ്റെ തിരി തെളിയിച്ചുകൊണ്ട്, അതുമാത്രമല്ല അവിടെയാണ് ഗുരു വ്യത്യസ്തനാകുന്നത്. അജ്ഞത മാറ്റി ജ്ഞാനം കൊടുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ചക്ഷുരുന്മീലിതം, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ മനസ്സിനെ, അറിവിനെ മുകളിലേക്ക് ഉയർത്തുന്നത് ആരാണോ അവരാണ് ഗുരു. ഇപ്പം പഠിപ്പിക്കൽ മാത്രമല്ല ഗുരുവാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പഠിത്തത്തിലുപരിയായി ഒരു കുട്ടിയുടെ എല്ലാ കഴിവുകളും മനസ്സിലാക്കി അവനെ ചക്ഷുരുന്മീലിതം, അങ്ങനെയുള്ള ആളെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നും നമ്മുടെ കൂട്ടത്തിൽ എത്ര ഗുരുക്കന്മാരുണ്ട്. ഗുരു യഥാർത്ഥത്തിൽ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ തിളങ്ങണം. ഒരു ഗുരു, യഥാർത്ഥ ഗുരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് പോലും ആ ഗുരു പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിന്ത പോലും ഉണ്ടാകാതിരിക്കാനുള്ള കഴിവുണ്ടാകണം. അതത്ര എളുപ്പമല്ല. അതിന് സ്ഥിരമായ, വളരെ പാഷനേറ്റായിട്ടുള്ള എഫേർട്ട് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എല്ലാ കാലത്തും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആളാണ്. എനിക്ക് വളരെ പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. ഐ വാസ് ആക്ച്വലി ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ. വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ
പഠിക്കുവാനുള്ള അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അധ്യാപകർ പലതരമുണ്ട്. അറിവിൻ്റെ വലിപ്പം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അധ്യാപകരുണ്ട്. അത്തരം അധ്യാപകരുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവിടുത്തെ ഗാലറി ക്ലാസ്സുകളിരിക്കുമ്പോൾ ലോക ക്ലാസിക്കുകളെ ആ ക്ലാസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരുന്ന, അനായാസമായി കുമാരനാശാനിൽ നിന്ന് മോഡേൺ കാവ്യങ്ങളിലേക്ക് വരെ പോകാൻ കഴിവുള്ള, നമ്മളെ ഇങ്ങനെ അത്ഭുത പരതന്ത്രരാക്കി നിർത്തുന്ന അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ അറിവിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ അറിയാതെ കൈകൂപ്പി പോകുന്ന അധ്യാപകരുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ സ്നേഹം കൊണ്ട് പിടിച്ചിരുത്തുന്ന അധ്യാപകരുണ്ട്. കരുണയുടെ വറ്റാത്ത ഉറവയുള്ള അധ്യാപകരുണ്ട്. പലതരത്തിലുള്ള അധ്യാപകരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഒരാളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അധ്യാപികയാണ്. നിങ്ങൾ എല്ലാ കാലവും പഠിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. എൻ്റെ PhD കെമിസ്ട്രിയിലാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഫീൽഡിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, സെപ്റ്റംബർ 5 യഥാർത്ഥത്തിൽ അധ്യാപക ഡേ ആയി ആചരിക്കുന്നത്. നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും മഹാന്മാരായ പല അധ്യാപകരിൽ ഒരാളായിരുന്നു ഡോക്ടർ ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ സെപ്റ്റംബർ 5. പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. ഏതായാലും അധ്യാപിക ആയിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ബ്ലെസ്ഡ് ആയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത് അധ്യാപികയായിരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി നിങ്ങളുടെ കുട്ടിയല്ല എന്ന് തോന്നുന്ന നിമിഷം അധ്യാപനം നിർത്തണം എന്നാണ് പറയുക. നമ്മൾ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ, ജയശ്രീ ടീച്ചർ കെമിസ്ട്രി പഠിപ്പിക്കുകയാണെങ്കിൽ ജയശ്രീ ടീച്ചർ കെമിസ്ട്രി മാത്രമല്ല അറിയേണ്ടത്, ആ പഠിക്കുന്ന കുട്ടിയെയും കൂടെ അറിയണം. ഒരു കുട്ടിയെയും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന കെമിസ്ട്രി പഠിക്കുവാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ നമുക്ക് ചിലപ്പോൾ കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ആ കുട്ടിക്ക് വേറെ ഒരു കഴിവുണ്ടാകാം. അത് കണ്ടെത്തുന്നിടത്താണ് നമ്മൾ അധ്യാപകരാകുന്നത്. വളരെ മനോഹരമായ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. ആ വാക്ക് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാകാം. കിൻസുഗി എന്നാണ്. കിൻസുഗി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കിൻസുഗി എന്ന വാക്ക് ഇറ്റ്സ് എ ജാപ്പനീസ് ആർട്ട്. എന്താണ് ഈ ജാപ്പനീസ് ആർട്ട് എന്നറിയാമോ? ആ ജാപ്പനീസ് ആർട്ട് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പോട്ടറി, ക്ലേ വെച്ചിട്ടുള്ള പല പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് പൊട്ടിപ്പോയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ വലിച്ചെറിയും. പക്ഷേ ജാപ്പനീസ് ആർട്ടിൽ ഈ പൊട്ടിപ്പോയ കഷ്ണങ്ങളെ, ആ പൊട്ടലുകൾ ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിളൊക്കെ ഉപയോഗിച്ച് അതിമനോഹരമായി കൂട്ടിച്ചേർത്ത് പുതിയൊരു ഉൽപ്പന്നമാക്കി മാറ്റും. ആ പുതിയ കപ്പിനകത്ത് ആ എല്ലാ പൊട്ടലുകളും ഉണ്ടാകും. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാ പൊട്ടലുകളും അവിടെ ഉണ്ടാകും. പക്ഷേ ആ പൊട്ടലുകളൊക്കെ സ്വർണം കൊണ്ട് വിളക്കി ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കപ്പിൽ നിന്ന് വളരെ വിഭിന്നമായ, വളരെ വ്യത്യസ്തമായ ഒരു പുതിയ കപ്പെന്ന് ഞാൻ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി ടൈപ്പ് ഓഫ് പോട്ടറി, ഏത് തരവുമാകാം. അപ്പോൾ ആ പോട്ടറിക്ക് പക്ഷേ ആദ്യത്തേതിനേക്കാൾ ഭംഗിയുണ്ടാകും. ഇറ്റ്സ് എ വണ്ടർഫുൾ ആർട്ട്. ഈ ആർട്ടിനെയാണ് കിൻസുഗി എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് മേക്കിംഗ്. കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരാക്കി വളർത്തുവാൻ, അവരുടെ ഇംപെർഫെക്ഷൻസിനെ സ്വർണം കൊണ്ട് വിളക്കി ആ ഇംപെർഫെക്ഷൻസിനെ മറച്ചു വെക്കാതെ അതിനെ കൂടുതൽ ജ്വലിപ്പിക്കുന്ന രീതിയിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് പുതിയ രീതിയിലേക്ക് മാറ്റുന്ന ആർട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അധ്യാപനം. അപ്പം ടീച്ചേഴ്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ ഒരു ആർട്ട് മാസ്റ്റർ ചെയ്യാൻ കഴിയുന്നവരാണ്. അതത്ര എളുപ്പമല്ല. അതുകൊണ്ട്
ബഹുമാന്യരായ എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ അധ്യാപകരോട് എനിക്ക് പറയുവാനുള്ളത്, ജസ്റ്റ് മാസ്റ്റർ ദി ആർട്ട് ഓഫ് കിൻസുഗി. ബി വെരി ഗുഡ് ടീച്ചേഴ്സ്. നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ മായാത്ത മുദ്രകൾ, ഓർമ്മകൾ ഏൽപ്പിക്കുവാൻ കഴിയുന്ന അതിമനോഹരമായ വ്യക്തിത്വങ്ങളായി തീരുവാൻ എൻ്റെ മുന്നിലുള്ള ബഹുമാന്യരായ അധ്യാപകർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഒരുപക്ഷെ അധ്യാപകർ മാത്രമല്ല, ഡോക്ടേഴ്സ് മാത്രമല്ല, ഒരുപാട് പ്രൊഫഷനിൽ നിങ്ങൾ എത്തേണ്ടവരായിട്ടുണ്ട്. ഏത് പ്രൊഫഷനിൽ എത്തിയാലും നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച നല്ല ശീലങ്ങൾ മറക്കാതെ ഇരിക്കുക, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായി വളരുക. നമ്മളുടെ വീടും പരിസരവും മാത്രമല്ല, നമ്മുടെ പൊതുസ്ഥലങ്ങളും നമ്മുടെ നഗരവും വൃത്തിയായിരിക്കേണ്ട ആവശ്യമുണ്ട്. വലിച്ചെറിയുന്ന ശീലം നിങ്ങൾ ഒഴിവാക്കണം. അത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായതുകൊണ്ട് അഡീഷണലി പറഞ്ഞതാണ്. അപ്പോൾ വേസ്റ്റ് നിറയുന്ന ഒരു നഗരമായി നമ്മൾ മാറാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ ശീലം കൂടെ പഠിക്കേണ്ടതുണ്ട്. പല ശീലങ്ങളും നമ്മൾ പഠിക്കുന്നത് സിലബസിൻ്റെ പുറത്തു നിന്നാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്നത് സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ പുറത്തു നിന്ന് നിങ്ങൾ അക്വയർ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ് എന്നറിയുക. മനോഹരമായ വ്യക്തിത്വങ്ങളായി തീരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിന് സഹായിക്കുന്ന അധ്യാപകരാകെ തീരുവാൻ എൻ്റെ പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കൾക്കും കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും മനോഹരമായ ടീച്ചേഴ്സ് ലൈഫ് ആശംസിച്ചുകൊണ്ട്, പഴയ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ വിളിച്ചു വരുത്തിയതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.